ഹലോ, സിന്ദൂര പൊട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോ ഇന്ദു ആണെങ്കിൽ സൗപർണികയുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാണ്. പക്ഷെ അവൾ ഒരു തരം വാശിയിലാണുള്ളത്. ഇല്ല, ഞാൻ ശ്യാമിനെ കാണാതെ വീട്ടിലേക്ക് വരില്ല. അവൾക്ക് അത്രയും സങ്കടവും കുറ്റബോധവും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇന്ദുവിനും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് കണ്ടിട്ട് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം ഏട്ടത്തി. ഇത്രയും കാലം ഞാൻ അദ്ദേഹത്തെ എത്രത്തോളം അപമാനിച്ചിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് എത്രത്തോളം ഞാൻ അദ്ദേഹത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ താലി പോലും ഞാൻ അദ്ദേഹത്തെ കാണുകയെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഓരോ തവണയും അദ്ദേഹം എന്നോട് സ്നേഹത്തോടെ പെരുമാറി സംസാരിക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. അവളുടെ ഉള്ളിലുള്ള കുറ്റബോധം മുഴുവൻ കരഞ്ഞു കരഞ്ഞ് അവൾ പറഞ്ഞു തീർക്കുകയാണ്. രുക്മിണിയും രാജേഷിയും ഒക്കെ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാനൊരു മനുഷ്യരായിട്ട് പോലും ഒരിക്കലും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും എത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടുകാരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നിട്ടല്ലേ നിന്നത്. ഇതിനെല്ലാറ്റിലും ഉപരി ഞാൻ ഇത്രയും കാലം അദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടും അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടിട്ടും ഇല്ല, എന്നെ വെറുത്തിട്ടും ഇല്ല ഏട്ടത്തി. പക്ഷേ ഈ ഒരു വിഷയം മാത്രം, ഇതൊക്കെ സഹിച്ച് അദ്ദേഹം എൻ്റെ കൂടെ നിന്ന ആ സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ച് അദ്ദേഹത്തെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം എന്നെ ഒഴിവാക്കി പോവാനാണ് ഏട്ടത്തി ആഗ്രഹിക്കുന്നത്. അത്രയും നേരം അവൾ അടക്കി പിടിച്ച് അവളുടെ സങ്കടങ്ങൾ മുഴുവൻ കരഞ്ഞുകൊണ്ട് അവൾ ഇന്ദുവിനോട് പറഞ്ഞു തീർക്കുകയാണ്. എന്നെ വിട്ട് പോയി ഏട്ടത്തി. അതും പറഞ്ഞ് അവൾ പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ രാജേശ്വരി അവളെ ചേർത്ത് പിടിക്കുകയാണ്. ഇനി എനിക്ക് അദ്ദേഹത്തെ വിട്ടു നിൽക്കാനാവില്ല ഏട്ടത്തി. ഞാൻ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തോടു കൂടി മാത്രമേ ജീവിക്കുള്ളൂ. സൗപർണിക ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കരച്ചിൽ നിർത്തി ഉറച്ച സംസാരത്തിലാണ് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ സന്തോഷത്തോടെ ഇന്ദുവും പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് സൗപർണിക. ഒരു പെണ്ണെന്ന നിലയ്ക്ക് നീ എടുത്ത ഈ തീരുമാനം വളരെ നല്ലതാണ്. പക്ഷേ ഇത് റോഡിലിരുന്ന് സംസാരിക്കേണ്ട വിഷയമല്ല സൗപ. അതുകൊണ്ട് നീ ആദ്യം വീട്ടിലേക്ക് വാ. ശ്യാമിനോട് എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇല്ല ഏട്ടത്തി, അദ്ദേഹം ഇല്ലാതെ ഇനി ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അത് കേട്ടപ്പോൾ രുക്മിണിക്ക് ചെറുതായിട്ടൊരു ഭയം തോന്നുവാണ്. അവളെ തിരുത്താൻ ആർക്കും ആവില്ലെന്ന് അവളുടെ ആ തീരുമാനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സൗപർണിക, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഏട്ടത്തി, എനിക്ക് മാപ്പുതാ. ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല. അയ്യോ ദൈവമേ, നീ ആദ്യം ഫോൺ അമ്മയ്ക്ക് കൊടുക്ക്. സൗപർണിക ഫോൺ രുക്മിണിക്ക് കൊടുക്കുകയാണ്. നീ കേട്ടില്ലേ ഇന്ദു, ഇങ്ങനെയാണ് അവൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അവൾ ഇവിടെ നിന്ന് വരില്ലെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ് നീ എന്നോട് പറയുന്നത്? പെട്ടെന്നാണ് സൗപർണികയുടെ മനസ്സിലൊരു കാര്യം തോന്നുന്നത്. അവൾ ചാടി എഴുന്നേറ്റിട്ട് രുക്മിണിയോട് ചോദിക്കുകയാണ്, അമ്മ, ഒരുപക്ഷെ അദ്ദേഹം ട്രാവൽസ് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിലോ? നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ? എങ്ങനെയായാലും അദ്ദേഹം അവിടെ പോവാതിരിക്കില്ല. അപ്പോൾ നീലനും ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട് അത് ശരിയാണല്ലോ എന്ന്. വാ അമ്മ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. സൗപർണിക പറഞ്ഞപ്പോൾ രുക്മിണി ഇന്ദുവിനോട് ആ കാര്യം അവതരിപ്പിക്കുകയാണ്. അവളിപ്പോൾ ശ്യാമിൻ്റെ ട്രാവൽ ഓഫീസിൽ പോകാനാണ് പറയുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മ, എത്രയും പെട്ടെന്ന് അവളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിക്കോ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരാം. ഇന്ദു രുക്മിണിക്ക് വാക്ക് കൊടുക്കുവാണ്. അപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, ഇന്ദു, നീ ഇപ്പം തന്നെ ആവശ്യത്തിലേറെ പ്രശ്നത്തിലാണുള്ളത്. ഇനി അതിൻ്റെ കൂടെ ഇതുകൂടെ വേണോ? അയ്യോ അമ്മ, എനിക്കെന്താ ഇതിൽ വലിയ പ്രശ്നം? ഇപ്പോൾ സൗപർണിക ഉള്ള ഈ അവസ്ഥയിൽ ആ പ്രശ്നം അവസാനിപ്പിക്കലാണ് എൻ്റെ ആദ്യത്തെ ജോലി. അമ്മ, എത്രയും പെട്ടെന്ന് അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോ. ഞാനും നീലേട്ടനും കൂടി ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാം. ശരി മോളെ, ഞാൻ ഫോൺ വെക്കുകയാണ്. ഫോൺ കട്ട് ചെയ്തപ്പോൾ ഇന്ദു നീലനോട് ചോദിക്കുന്നുണ്ട്, നീലേട്ടാ, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ? ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? അപ്പോൾ നീലനും അത് സപ്പോർട്ട് ചെയ്യാണ്. നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. തീർച്ചയായിട്ടും നീ പറയേണ്ടത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സൗപർണികയുടെ ജീവിതത്തിലുണ്ടായി ഈ പ്രശ്നം തീർക്കൽ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ജോലി. അപ്പോൾ ഇന്ദു വല്ലാത്ത കുറ്റബോധത്തോടെ പറയാണ്, നമ്മൾ വിചാരിച്ചതുപോലെ ശ്യാമിനോട് കാര്യങ്ങളൊക്കെ സമാധാനത്തോടെ അവന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു അല്ലേ? പക്ഷേ അതിനിടയിൽ ആര് പറഞ്ഞിട്ടാണ് ശ്യാം ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയതെന്ന് മനസ്സിലാവുന്നില്ല. ഇന്ദു, അത് ആരാണെന്ന് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം. ഇപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് സൗപർണികയെ കാണാം. നീ വാ. അവർ രണ്ടുപേരും ധൃതി പിടിച്ചിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഹാളിൽ ഇരുന്നിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് വാസന്തി. അവര് വാസന്തിയെ ശ്രദ്ധിക്കാതെയാണ് പോകുന്നത്. പെട്ടെന്ന് വാസന്തി അവരെ വിളിക്കുന്നുണ്ട്. ഏയ് നീലാണ്ടാ, എന്താ അമ്മ, എന്താ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ധൃതി പിടിച്ച് എങ്ങോട്ടേക്കാ പോകുന്നത്? അത് നീലം പറയാൻ മടിച്ചു നിന്നപ്പോഴേക്കും ഇന്ദു പറയുന്നുണ്ട്, അതല്ല അമ്മ, സൗപർണിക വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞിട്ട് റോഡിൽ കിടന്ന് കരയുവാണ്. അത് കേട്ടപ്പോൾ തന്നെ വാസന്തിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്യാമിനെ പോയി കണ്ടിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞ് ഇന്ദു കാര്യം അവതരിപ്പിച്ചപ്പോഴേക്കും നീലൻ അവളെ തോണ്ടുവാണ്. എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന മട്ടിൽ. എന്തോ ഇന്ദു തോൻ,
നീലൻ ശബ്ദം താഴ്ത്തി അവളോട് പറയുന്നുണ്ട്. അപ്പോഴാണ് തന്റെ വായിൽ നിന്ന് വീണുപോയത് വാസന്തിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. വാസന്തി ആണെങ്കിൽ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, ഓ, അതിന് പഞ്ചായത്ത് കൂടാൻ പോകുന്നതായിരിക്കും നിങ്ങൾ രണ്ടുപേരും അല്ലേ? ഡാ നീല, ഇവിടെ നമ്മുടെ പ്രശ്നങ്ങൾ തന്നെ ആവശ്യത്തിലധികം ഉണ്ട്. ഇനി നാട്ടുകാരുടെ പ്രശ്നം കൂടി എടുത്ത് തലയിൽ വെക്കണോ? അതെല്ലാം സൗപർണിക, അവള് പാവമുണ്ട്. എന്ത് സൗപർണികാന്ന് അവൾ ചെയ്ത കാര്യത്തിന് അവളെ ഒഴിവാക്കിയിട്ട് അവൻ പോയി. അതും പോരാഞ്ഞ് ഇതിന് കൂട്ടുനിന്ന് എന്നും പറഞ്ഞിട്ട് നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ കുടുംബത്തെ അപമാനിച്ചിട്ടാണ് അവൻ പോയത്. ഇനി നിങ്ങൾ രണ്ടുപേരും അവന്റെ പിന്നാലെ പോയിട്ട് അവന്റെ കാൽക്കൽ വീണിട്ട് കെഞ്ചാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? ബാക്കിയുള്ള അഭിമാനെങ്കിലും അവിടെ നിൽക്കട്ടെ. ഇതിനിടയിൽ അവർക്കിടയിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും മര്യാദയ്ക്ക് റൂമിലേക്ക് കയറിപ്പോവാൻ നോക്ക്. അയ്യോ, എന്താ അമ്മ, ഈ സമയത്താണോ കുടുംബത്തിന്റെ അഭിമാനം ഗൗരവം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നീലം പോയിട്ട് അമ്മയെ സോപ്പിടാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് അമ്മ അവർക്ക് നമ്മളെ കൊണ്ടുള്ള ആവശ്യമുള്ളത്. പ്രശ്നത്തിലുള്ള രണ്ടുപേരെ ഒന്നിപ്പിക്കുന്നതിനേക്കാളും വലിയ പുണ്യം നിറഞ്ഞ കാര്യം എന്തുണ്ട്? അവൻ അമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറയാണ്, പ്ലീസ് അമ്മ, ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്ക്. അപ്പൊ ദേഷ്യത്തോടെ ആ കൈ വിടിപ്പിച്ചുകൊണ്ട് വാസന്തി പറയുന്നുണ്ട്, ഡാ, ഞാൻ എന്താ പറയുന്നത്, നീ എന്താ കേട്ടോണ്ടിരിക്കുന്നത്? അമ്മ, ദയവ് ചെയ്ത് അമ്മയുടെ പ്രശ്നം നമ്മൾ വന്നതിന് ശേഷം സംസാരിക്കാം. ഇപ്പോൾ ഞങ്ങൾക്ക് പോവേണ്ടത് അത്യാവശ്യമാണ്. ഇന്ദു, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദുവിനെ വിളിച്ചിട്ട് നീലം പോവാൻ നോക്കുവാണ്. അവൻ തന്നെ ധൃതി പിടിച്ച് ഇന്ദുവിന്റെ കൈ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ്. ഇന്ദുവിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നിൽ നിന്ന് വാസന്തി വിളിച്ചോണ്ടിരിക്കുന്നു, ഡാ നീല, നിൽക്കടാ, നിൽക്ക്. ഇല്ല അമ്മ, വന്നിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് അമ്മയുടെ വാക്കിന് വലിയ വിലയൊന്നും കൊടുക്കാതെ നീലൻ അവളെയും കൂട്ടിക്കൊണ്ടു പോവാണ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ പറയുന്നതിന് ഒരു വിലയും കൽപ്പിക്കാതെ നീ നിന്റെ ഇഷ്ടത്തിന് പോവാണല്ലേ? നീ തിരിച്ച് ഇങ്ങോട്ട് തന്നെയല്ലേ വരിക? ശരി, വന്നിട്ട് കാണാം. വാസന്തി പിറുവിറുക്കുന്നുണ്ടായിരുന്നു. ട്രാവൽസിൽ പോയിട്ട് അവിടെ ഇരിക്കുകയാണ് സൗപർണിക. അവിടെ അവളെ നോക്കിക്കൊണ്ട് രാജേശ്വരിയും രുക്മിണിയും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇന്ദു ഓട്ടോയിലും പിന്നാലെ നീലനും ഡെക്കും കൂടെ ബൈക്കിലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ദു ഓടി ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത്? ഇവിടെ വന്നിട്ട് ശ്യാമിനെ കാണാതെ പോവില്ലെന്ന് വാശി പിടിച്ചിരിക്കുകയാണ് ഇവള്. അവൻ എപ്പോഴാ ഇങ്ങോട്ടേക്ക് വരിക എന്ന് പോലും അറിയില്ല. എപ്പോൾ വന്നാലും സാരിയില്ല, ഞാൻ അവനെ കണ്ടിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. ഹേയ് സൗപർണിക, നീ എന്തേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യം നീ എഴുന്നേക്ക്, വീട്ടിൽ പോവാം. ഇല്ല ഏട്ടത്തി, എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തെ കാണാതെ ഇവിടെ നിന്ന് വരില്ല. നിങ്ങൾ വേണമെങ്കിൽ അമ്മയും കൂട്ടിയിട്ട് ഇവിടുന്ന് പൊയ്ക്കോ. എപ്പോഴാണ് വരിക എന്ന് പോലും അറിയാതെ നീ എന്ത് ധൈര്യത്തിൽ ഇവിടെ ഇരിക്കാൻ ഉദ്ദേശിച്ചത്? ഇന്ദു ദേഷ്യത്തോട് ചോദിക്കുകയാണ്. ഇന്ന് വന്നില്ലെങ്കിലും നാളെ രാവിലെയെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ലല്ലോ. അപ്പം കണ്ടിട്ട് ഞാൻ വന്നോളാം. അതുവരെ നീ ഇതുപോലെ ഇവിടെ ഇരിക്കാനാണോ പോകുന്നത്? അതിനവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. സൗപർണിക, നീ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനിയും കുറച്ച് സമയം കൊണ്ട് രാത്രിയാവും. രാത്രി മുഴുവൻ നീ ഇവിടെ ഇരിക്കാനാണോ പോകുന്നത്? നീ ആദ്യം എൻ്റെ കൂടെ വാ, നാളെ രാവിലെ സംസാരിക്കാം. ഇല്ല ഏട്ടത്തി, എന്നെ വിട്. അവൾ കൈവിടിയിക്കാണ്. പ്ലീസ്, എനിക്കിന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഡെക്കാണെങ്കിൽ രാജേശ്വരിയോടൊക്കെ ചോദിക്കുകയാണ്, എന്താ ചേച്ചി ഇവൾ ഇങ്ങനെ പെരുമാറുന്നത്? സൗപർണിക, ഞാൻ പറയുന്നത് നീ ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്ക്. ആരാണെങ്കിലും തൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പോ അവനുള്ള ഈ മാനസികാവസ്ഥയിൽ അവനോട് നീ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തെ കുറച്ചുകൂടി വഷളാക്കുകയേ ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ഇന്നത്തേക്ക് അവന്റെ ദേഷ്യം അവനെ ഒന്ന് തനിച്ചു വിടാൻ അനുവദിക്ക്. അതിനുശേഷം അവന്റെ ദേഷ്യം കുറയുമ്പോൾ നാളെ നമുക്ക് അവനോട് സംസാരിക്കാം. ഇപ്പോൾ നീ വീണ്ടും വീണ്ടും പോയിട്ട് അവനോട് സംസാരിക്കുമ്പോൾ അവന്റെ ദേഷ്യത്തെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയുള്ളൂ. 6 മാസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഒറ്റയടിക്ക് കേട്ടപ്പോൾ അവനുണ്ടായ ദേഷ്യം ഒരു ദിവസം കൊണ്ട് തന്നെ മാറണമെന്ന് നീ ആഗ്രഹിക്കുന്നതിലൊന്നും ഒരു ശരിയും ഇല്ല സൗപർണിക. സൗപർണിക അത് കേട്ട് തിരിച്ചു പറയാണ്, അതല്ല ഏട്ടത്തി, ഇനിയും ഒരുപാട് നേരം വൈകുന്നതിനനുസരിച്ച് ഇത് തന്നെ ചിന്തിച്ച് അദ്ദേഹത്തിന് എന്നോടുള്ള ദേഷ്യം കൂടാനും സാധ്യതയുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒരു തരത്തിലും ശ്രദ്ധിക്കാതെ വേണ്ട എന്ന് വിചാരിച്ച് നടന്നതൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വരും. എനിക്ക് വേണ്ടി അദ്ദേഹം എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു കാര്യം മാത്രമാണിതെന്ന് ചിന്തിച്ചാൽ മതി. പ്ലീസ് ഏട്ടത്തി, ദയവ് ചെയ്ത് എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഇവിടം വിട്ട് വരില്ല. അവിടെ കൂടി നിന്ന് ആർക്കും സൗപർണികയുടെ മനസ്സ് മാറ്റാൻ സാധിക്കുന്നില്ല. ആ സമയത്താണ് ട്രാവൽസിൽ ജോലി ചെയ്തിരുന്ന 2 പേര് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവർ സൗപർണികയുടെ അടുത്തേക്ക് വന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അവളോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ മാഡം, എന്തു പറ്റി? ശ്യാം സാറ് ഇവിടെ വന്നിട്ടില്ലേ? അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണോ? അപ്പോൾ പെട്ടെന്ന് തന്നെ സൗപർണിക കരച്ചിൽ മാറ്റിയിട്ട് അവരോട് സംസാരിക്കുകയാണ്. അതല്ല ഏട്ടാ, അദ്ദേഹത്തിന് ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല. ഞാൻ വിളിച്ചപ്പോഴൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കിയതാണ്, അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് അറിയാൻ വേണ്ടി. സാർ ഇവിടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചു നേരത്തെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊപ്പം മദ്യപിക്കാൻ വേണ്ടി പോയതാണ് മാഡം.
അത് കേട്ടപ്പോൾ സൗപർണികയെ പോലെ തന്നെ അവിടെ കൂടി നിന്ന് എല്ലാവരും ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്ത്, മദ്യപിക്കാൻ പോയതാണെന്നോ? ഒരുപക്ഷെ മദ്യപിക്കുന്നത് മനസ്സിലായി കഴിഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാലൊന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങളുടെ ഫോൺ എടുക്കാത്തത് മാഡം. ഏട്ടാ, ഏത് ബാറിലാണെന്ന് അറിയാമോ? നീലൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയാണ്, സാർ എന്തിനാ സാർ ബാറിലൊക്കെ പോകുന്നത്? കുറച്ചു നേരം കൊണ്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. അപ്പൊ സൗപർണിക ചോദിക്കാണ്, അതല്ല ഏട്ടാ, എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് അദ്ദേഹത്തെ കാണേണ്ട കാര്യമുണ്ട്. അദ്ദേഹം ഏത് ബാറിലാണെന്നൊന്ന് പറയൂ. ഇവിടുന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പച്ച കളറുള്ള ബോർഡ് കാണാം, അതാണ് ബാറ്. അപ്പോഴേക്കും ഡെക്കിനോട് കടയടക്കാൻ വേണ്ടിയിട്ട് ഡെക്കിനെ പറഞ്ഞു വിട്ടിട്ട് നീലൻ അവർക്കൊപ്പം പോവാണ്. അപ്പൊ സൗപർണിക പറയുന്നുണ്ട്, ഏട്ടത്തി എനിക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കാണണം, വാ നമുക്ക് പോവാം. ശരി വാ. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് ബാറിലേക്ക് പോവാണ്. ആ സമയത്ത് ശ്യാമാണെങ്കിൽ കള്ള് ഷാപ്പിലാണ് ഉള്ളത്. അവിടെ വെച്ചിട്ട് അവന്റെ കൂട്ടുകാരിങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാമ വേറൊരു ലോകത്താണ് ഉണ്ടായിരുന്നത്. അവനിങ്ങനെ ഏതോ ഒരു ലോകത്തിരിക്കുന്ന കണ്ടപ്പോൾ അവന്റെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അളിയാ, ഞങ്ങൾ ഏകദേശം 2 ട്രിപ്പോളം കഴിച്ചു കഴിഞ്ഞു, നീ ഇതുവരെ ആദ്യത്തെ ട്രിപ്പ് തന്നെ കുടിക്കാതെ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുക? ആ സമയത്ത് ശ്യാമിന്റെ മനസ്സ് നിറയെ സൗപർണികയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സൗപർണികയും ബാക്കി എല്ലാവരും ആ ബാറിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. സമയം രാത്രി ആയിട്ടുണ്ട്. അവരവിടെ എത്തിയപ്പോൾ നീലം പറഞ്ഞു കൊടുക്കണം, അമ്മ അവർ പറഞ്ഞ ബാർ ഇതായിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞിട്ട് സൗപർണിക വേഗം പോവാണ്. അപ്പോഴേക്കും ഇന്ദു അവളുടെ കൈ പിടിച്ചു വെക്കുന്നുണ്ട്. എല്ലാവരും പറയാണ്, ഇതെന്താ സൗപർണിക, അത് കള്ളുഷാപ്പാണ്, അവിടെയാണോ നീ കയറി പോകുന്നത്? നീ പോവണ്ട. അപ്പൊ നീലം പറയുന്നുണ്ട്, സൗപർണിക ഞാൻ പോയി കണ്ടിട്ട് സംസാരിച്ചിട്ട് വരാം. അത് വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് ഇന്ദുവിന്റെ കൈ വിടുവിച്ചുകൊണ്ട് സൗപർണിക തന്നെ അകത്തേക്ക് കയറി പോവാണ്. ആരുടെ വാക്കിന് അവൾ ഒരു വിലയും കൽപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അകത്തേക്ക് കയറിപ്പോയപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, ഇതെന്താ അമ്മ, ഇതെന്താ പറയുന്നൊന്നും കേൾക്കാതെ ഇവളിങ്ങനെ തനിഷ്ടപ്രകാരം ചെയ്യുന്നത്? ഇന്ദു, അവൾ രാവിലെ മുതൽ ഇങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഡെക്കു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ മുൻപ് തന്നെ ശ്യാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം അവനായിട്ട് അറിഞ്ഞതിന് ശേഷം ഒരു ദിവസം കൊണ്ട് പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നടക്കുമോ? സൗപർണിക നേരെ അകത്തേക്ക് പോയിട്ട് ചുറ്റിലും നോക്കുകയാണ്. അവൾക്ക് ശ്യാമിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്യാമാണെങ്കിൽ വേറെ ലോകത്തായതുകൊണ്ട് തന്നെ സൗപർണിക അവിടെ കയറി വന്നതൊന്നും അവൻ അറിഞ്ഞതുപോലുമില്ല. പക്ഷേ ബാക്കി മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ സൗപർണികയെ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് സൗപർണികയുടെ കണ്ണിന് ശ്യാമിനെ കാണുന്നത്. അവൾ വേഗം ഓടിയിട്ട് അവൻ്റെ അടുത്തേക്ക് പോവാണ്. ഏയ് ശ്യാം! പെട്ടെന്ന് അവനും ഞെട്ടിയിട്ട് അവളെ നോക്കുന്നുണ്ട്. ഏയ്! എന്നിട്ട് അവൻ ചാടി എഴുന്നേക്കാണ്. നീ എന്തിനാ ഇവിടെ വന്നത്? ശ്യാം, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് സംസാരിക്കണം. എൻ്റെ ഭാഗത്ത് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ വരാൻ പാടുണ്ടോ? ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് ശ്യാം എന്ന് പറഞ്ഞിട്ട് അവൾ തൊഴുതുകൊണ്ട് പറയാണ്. അപ്പൊ ശ്യാമ ചുറ്റിലും നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ എവിടെ വന്നിട്ടാ നിൽക്കുന്നത് സൗപർണിക? നിന്നെ കാണുന്നതേ എനിക്ക് ഇഷ്ടമല്ല, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ വന്ന് ഇവിടെ ഇരിക്കുന്നത്. എന്തിനാ ഇവിടെ വന്നിട്ട് ടോർച്ചർ ചെയ്യുന്നത്? എന്താ നീ സീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുവാണോ? ഇല്ല ഇല്ല ശ്യാം, അങ്ങനെയൊന്നും അല്ല. സത്യമായിട്ടും ഞാനൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വന്നതല്ല. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. എന്താടാ അളിയാ, നിന്റെ വൈഫാണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവന്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്. ഇല്ലടാ, അങ്ങനെയൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം, വാ എന്നും പറഞ്ഞിട്ട് സൗപർണികയുടെ കൈ പിടിച്ചു വലിച്ചിട്ട് അവൻ മദ്യം ഷാപ്പിൽ നിന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. പുറത്തെത്തിയതും രുക്മിണിയുടെയും കുടുംബത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് സൗപർണിക അവർക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. നിന്റെ സംസാരം കേട്ടിട്ട് ഞാൻ നിന്നെ വിശ്വസിക്കും. നിനക്ക് മാപ്പ് തന്ന് വീണ്ടും നിന്റെ കൂടെ ജീവിക്കുമെന്നൊന്നും നീ ഒരിക്കലും കരുതണ്ട. നീ ചെയ്ത കാര്യത്തിന് ഒരു കാലത്തും നിനക്ക് മാപ്പ് തരാൻ സാധിക്കില്ല. നിനക്ക് വേണ്ടിയും നിന്റെ കുടുംബത്തിന് വേണ്ടിയും ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇത്രമാത്രം മതി. ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു. അവൻ തൊഴുതുകൊണ്ട് പറയാണ്. അത് കേട്ടപ്പോൾ എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ്. അതിനുശേഷം ശ്യാമ പറയുന്നുണ്ട്, നിന്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ, അമ്മയെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇന്നത്തോടെ നീയും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. ശ്യാം പ്ലീസ്, കരഞ്ഞുകൊണ്ട് സൗപർണിക പറയുന്നുണ്ടായിരുന്നു. രുക്മിണി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ശ്യാമിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സൗപർണികയ്ക്കൊപ്പം ജീവിതം ആരംഭിപ്പിക്കണം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ആർക്കൊപ്പം വേണമെങ്കിലും ജീവിച്ചോ, ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോ, അതൊന്നും ഇനി എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇനിയും നിന്റെ വിശ്വാസവഞ്ചനയ്ക്ക് ഞാൻ ഇരയാവാൻ തയ്യാറല്ല. ഇപ്പൊ എനിക്ക് ജീവിതം തന്നെ വേണമെന്ന് തോന്നുന്നില്ല. എന്റെ കൺമുന്നിൽ നിന്നെ കാണാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞതും എല്ലാവരും വിളിക്കുന്നുണ്ട്, ശ്യാം പ്ലീസ്, ശ്യാം പ്ലീസ് എന്നൊക്കെ പറയാണ്. ഇതുവരെ സംഭവിച്ചതൊക്കെ മതി. അപ്പോൾ രുക്മിണി കരഞ്ഞുകൊണ്ട് പറയാണ്, മോനെ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ മോനെ, ഇതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊക്കെ ദയവ് ചെയ്ത് നീ മറക്ക്. നീയാണ് ജീവിതം എന്നും പറഞ്ഞിട്ടാണ് അവളിപ്പോ ജീവിക്കുന്നത്. അപ്പോ തിരിച്ച് ശ്യാമ ചോദിക്കാണ്, ഇപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് എന്താ കാര്യം അമ്മ? ഇത്രയും കാലം അവൾ എന്നോട് സത്യസന്ധയായിരുന്നില്ല.
എന്തിന്? എൻ്റെ വീട്ടുകാരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലായിരുന്നില്ലേ വന്ന് നിന്നത്? അവൻ പറയുന്നതിൽ ന്യായമുള്ളത് കൊണ്ട് ആർക്കും അവനോട് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കരയുന്ന രീതിയിലാണ് ശ്യാം സംസാരിക്കുന്നത്. എൻ്റെ അമ്മയും അച്ഛനെയും കാണാൻ പോലും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ നഷ്ടപ്പെടുത്തി. എന്നിട്ട് എല്ലാവരെയും നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, ഇങ്ങനെ എല്ലാ കുടുംബം മുഴുവൻ ചേർന്നിട്ട് എന്നെ ഒരുപോലെ പറ്റിച്ചില്ലേ? എന്നെ ഒരുപോലെ ചതിച്ചില്ലേ? അപ്പോൾ തിരിച്ച് ഇന്ദു ചോദിക്കുന്നുണ്ട്, ശ്യാം, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ശ്യാം, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരുമാണ്. ഈ ഒരു കാര്യത്തിൽ എന്താ സംഭവിച്ചത് എന്ന് ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നിങ്ങളോട് പറഞ്ഞു. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടും അത് വിശ്വസിക്കാൻ തയ്യാറാവില്ലെന്ന് എന്തിനാ നിങ്ങളിങ്ങനെ വാശി പിടിക്കുന്നത്? അവള് വീട്ടിൽ വെച്ച് ഒളിച്ചോടിപ്പോയ കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നത് തന്നെയാണ്. അവിടെ പോയ സമയത്ത് അവള് പോലും അറിയാതെ ആ മഹാപാപി അവളോട് ചെയ്ത ഈ ഒരു വലിയ തെറ്റിന് അവക്ക് എന്താ ചെയ്യാൻ പറ്റുക? ശ്യാം ഇന്ദുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടും അവള് നിങ്ങളോട് ഒരുപാട് തവണ ഇത് പറയാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഞാനാണ് സമയവും സന്ദർഭവും നോക്കിയിട്ട് നിങ്ങളോട് പറയാന്ന് പറഞ്ഞിട്ട് അവളെ പറയാൻ അനുവദിക്കാതിരുന്നത്. പക്ഷേ ഇത്രയധികം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടും നിങ്ങൾ ഇങ്ങനെ അത് മനസ്സിലാക്കാതെ പെരുമാറുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അപ്പോ തിരിച്ച് ശ്യാമു പറയാണ്, ആ, നിങ്ങൾ പറയുന്നത് 100% ശരി തന്നെയാണ്. അങ്ങനെ നല്ലവനാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരുന്നല്ലോ അനന്തു എന്നെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നല്ലവനും ഏമാളിക്കും ഒരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നിനക്കറിയാമോ? അനന്തു പറഞ്ഞ ഇവൻ എന്തു അനുസരിക്കും. അതുകൊണ്ട് എന്തു തന്നെയാണ് ഇവനെ കൊണ്ട് തന്നെ ഇവളെ കല്യാണം നടത്തിക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചു. ശരിയാണ്, ഞാൻ നല്ലവനായതുകൊണ്ട് അനന്തു പറഞ്ഞതുപോലെ അവൻ്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചു. പക്ഷെ ഞാൻ ഏമാളിയല്ല, എന്നെ പറ്റിക്കാന്ന് നിങ്ങൾ കരുതരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സൗപർണികയെ നോക്കുവാണ്. അത് കേട്ടപ്പോൾ രുക്മിണിയൊക്കെ ആകെ ടെൻഷനോടെ നോക്കുവാണ് അവനെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ശരി, സൗപർണികയെ വിട്ടേക്ക്. അവൾ അനുഭവിച്ച വിഷമങ്ങൾക്കിടയിൽ അവൾക്കത് പറയാൻ പറ്റിയില്ല, ഞാനത് മനസ്സിലാക്കിക്കോളാം. പക്ഷേ ഇന്ദുവിനെ നോക്കിക്കൊണ്ട് അവൻ പറയാണ്, ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ ജനിച്ച കൂടെപ്പിറപ്പായിട്ടാണ് കണ്ടത്. അങ്ങനെയല്ലേ ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടുള്ളൂ. ആ ഒരു വിശ്വാസം കൊണ്ടായിരുന്നില്ലേ എൻ്റെ കുടുംബത്തെ മുഴുവൻ ഒഴിവാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് താമസിച്ചത്? ഇത്രയധികം ഞാൻ നിങ്ങളെ വിശ്വസിച്ചതിന് നിങ്ങൾ എനിക്ക് തന്ന മര്യാദയാണോ ഇത്? അവൻ്റെ വാക്കുകളിലെ സങ്കടവും സത്യസന്ധതയും ആരെക്കൊണ്ടും തിരിച്ചൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.